ആ എണീറ്റാ. എന്തായിരുന്നു ഇന്നലെ? പറയണ്ട സ്റ്റാ, രാവിലെ തന്നെ ഏറ്റപ്പോ ഭയങ്കര തലവേദന. അത് ഇന്നലത്തെ എന്റെ ഭാഗ്യ. അതാ മിക്സ് ചെയ്ത് കഴിച്ചില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിന്ന് പോയി. അകത്താളെന്ത് പറയണ്? ആ ആരതൊക്കെ മൈൻഡ് ചെയ്യുന്നു. ഞാൻ കള്ളുടിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെയാ. ഞാൻ പോരുമ്പോ അവളവിടെ കിടക്കുന്നുണ്ട്. എന്നാലും അവരുടെ മേമേരെ വീടല്ലേ, അതൊരു കല്യാണ വീട്. ആകെ നാണക്കേടായി. പറയണ്ട, ആകെ ചളായി. അച്ചാച്ചൻ കല്യാണത്തിന് വരുന്നില്ലേ? അച്ചാച്ചന് വൈകിട മോനെ. അച്ഛാ അച്ഛാ, അമ്മ പറഞ്ഞു അച്ഛനോട് കുളിക്കാൻ. എന്റെ അമ്മേരെ പിണക്കം തീർന്നില്ലടാ. വാ അച്ഛാ. മോനെ നീ പോയി കുളിച്ചു വാ. ആ ഇവനിത് എവിടേക്ക് രാവിലെ തന്നെ? ചേട്ടാ എപ്പോഴാ കല്യാണത്തിന് പോണേ? കല്യാണത്തിന് ഇതാ സമയം എത്ര ഉണ്ടാവും? സമയം ഒരു 7 മണി 7:15 ആയി കാണും. ഞാനേ ഇപ്പൊ വരാം, ഫാമിയെ പോയിട്ട് വരാം, കുറച്ച് മുട്ട മേടിക്കാനാ. നിങ്ങൾ തയ്യാറായിക്കോ, ഞാൻ ടപ്പെന്ന് വരാം. നീ പോയിട്ട് വാടാ, ഞങ്ങളൊക്കെ എപ്പോഴും റെഡിയാ. എന്നാ പിന്നെ ഞാനിങ്ങനെ വെറുതെ പോയിട്ട് വരാം, നേരിട്ട് വരാം. ഓക്കെ. പ്രേമ, ആ ഗേറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാ നോക്കിയാ പോയിട്ട്? ആരാ? മുട്ട വേണം. കോഴിയോ താറാവാ? കോഴിമുട്ട 20 വീട്ടിൽ നിന്ന് കൊച്ചമ്മയാ. ആ മുത്തേ, എന്താ മുത്തേ? ഏട്ടൻ ഫാമിലുണ്ട്. ആ ആ ഇവിടെ മുട്ടയ്ക്ക് ആള് വന്നിട്ടുണ്ട്. ആ ആ ആ ആ മോൾക്കുള്ള മുട്ട ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഏട്ടൻ. ആ ഹോർലിക്സ് കഴിച്ചാ മോള്? ആ ആ ആ ഏട്ടപ്പോൾ വരാം, ഇപ്പോൾ വരാം, ഇപ്പോൾ വരാം. ആ ഇത് കഴിഞ്ഞു. ഞാൻ പ്രേമനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് വരാം. ആ ആ ആ ശരി മുത്തേ. നീ വീട്ടിൽ പോയടാ? ഞാൻ ആ വഴിക്ക് വന്നപ്പോ നിന്നോട് എത്ര തവണ പറഞ്ഞു കച്ചവടമൊക്കെ ഇവിടെ മതിയെന്ന്? അല്ല ഞാനേ ഒരു ഞാനുമില്ല. എന്തേലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാ, മനസ്സിലായി എനിക്ക്? പ്രേമ, ഇനി നീ നോക്ക്, ഞാൻ വീട്ടിൽ പോവാ. പിന്നെ ആ തോട്ടിൽ വെള്ളം നിറച്ചിട്ടുള്ളോ കേട്ടോ, മോട്ടർ അടിച്ചോളോ ട്ടാ. ആ അത് ഞാൻ ചെയ്യാം. അത് കഴിക്കാങ്ങള് എന്തോന്നും മിണ്ടാണ്ടിരിക്കണേ? അതിന് വല്ല പ്രശ്നമുണ്ടോ? എന്തെങ്കിലും? ജൂപ്പിറ്ററിലെ രത്നങ്ങളുടെ മഴകളാണ് പെയ്യണത്. അതിന്റെ കോറില് ഇങ്ങനെ രത്നങ്ങളൊക്കെ അടിഞ്ഞ് പാറക്കല്ല് പോലെ ഇങ്ങനെ കിടക്കുക. ഒരു മിനിറ്റ് മോനെ. സനീഷ്, ആ വാതിലൊന്ന് ചേർക്കാമോ? മോനെ അമ്മയുടെ അടുത്തേക്കൊന്ന് ചെല്ലോ. അമ്മ എന്താ എടുക്കുന്നു പോയി നോക്കി. കൂട്ടാ സനീഷേ, ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞതേ, ആ ഞാറക്കൽ സുഭാഷിന്റെ പിള്ളേരില്ലേ, അവരിപ്പോഴും എൻ്റെ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞത്? ഒന്നുമില്ല, എന്നാലും എന്തിനാണെന്നേ എൻ്റെ പെണ്ണിന് ഇങ്ങനെ ഡെയിലി ശുഭദിനം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെസ്സേജ് ഈ പിള്ളേർ വിടുന്നേ? എനിക്കതാ മനസ്സിലാവാത്തത്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ആന്റി എന്താ പറഞ്ഞേ? ആൻറ്റി എന്ത് പറയാൻ, എൻ്റെ അഭിപ്രായമല്ല അവളുടേതും. ഈ നമ്പർ എങ്ങനെ പുറത്തു പോണേ? അതാ എനിക്കും മനസ്സിലാകാത്തത്. അവളാർക്കും നമ്പർ കൊടുക്കില്ല, അതുറപ്പാ. പിന്നെ എങ്ങനെയാ ആന്റിയുടെ നമ്പർ പിള്ളേർക്ക് കിട്ടണേ? എന്തോ എനിക്കറിയില്ല. മനുഷ്യന്റെ സ്വസ്ഥത എടുക്കാൻ ഓരോ തെണ്ടികൾ. സനീഷേ, നമ്മൾ 2 പ്രാവശ്യം നമ്പർ മാറ്റിയതാ.
ഇത് നമുക്ക് മാറ്റാം സനീഷ്. ഇത് മാറ്റുമ്പോഴേ എന്തായാലും അവളുടെ പേരിലെടുക്കണ്ട. അവളെ സംശയിച്ചിട്ടൊന്നുമല്ല, അവളെ എനിക്ക് 100% വിശ്വാസമാണ്. എന്നാലും വേണ്ട. പിന്നെ നിന്റെ പേരിലാവുമ്പോഴേ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിന്റെ പേരിലെടുക്കാൻ പറ്റും കേട്ടാ. അതൊന്നല്ല ഞങ്ങളെ, നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. ഈ ലോകത്തെ എനിക്കൊരാളും വിശ്വാസമില്ല. ആരും വിശ്വസിക്കാൻ പറ്റണ്ടായി, അതാ സ്ഥിതി. എൻ്റെ കാര്യം എല്ലായിട്ടും നിങ്ങൾ പറഞ്ഞത് മോൻ എനിക്ക് 100% വിശ്വാസമാണ്. നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന മരുമക്കളിലെ ഏറ്റവും നല്ല മരുമകനാണ് നീ. അതും എൻ്റെ ദേവുവിൻ്റെ മരുമകൻ. പിന്നെ ആ ചെക്കനെ വിളിച്ചൊന്നും ഞാൻ വരട്ടല്ലോ നിങ്ങളെ. അത് നിന്റെ ഇഷ്ടം. ഇത് എൻ്റെ പ്രശ്നം മാത്രമല്ലല്ലോ, നിന്റെ ആൻറ്റിയുടെ പ്രശ്നം കൂടിയാണ്. അത് നീ മാനേജ് ചെയ്യും. അത് ഞാൻ ഏറ്റവും നിങ്ങളെ